ഞാൻ ഈ STM ടീമിനെ ആദ്യം പരിചയപ്പെടുന്നത് ഒരു 12 ഡേയ്സിൻ്റെ Node.js വർക്ക്ഷോപ്പിനാണ്. അന്ന് ഞാൻ ഈ വർക്ക്ഷോപ്പിന് വരുന്നത് എൻ്റെ കോളേജിലത്തെ IV കട്ട് ചെയ്തിട്ടാണ്. അതേ സമയത്തായിരുന്നു വർക്ക്ഷോപ്പ്. ബട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വല്ലാത്ത റിഗ്രറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ എടുത്ത ടൈമിൽ എനിക്ക് IV പോകണമെന്ന് തോന്നി. ബട്ട് ഞാനിവിടെ എത്തിയതിന് ശേഷം വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഫീൽ ചെയ്തത്. ഞാൻ അതിനു മുമ്പ് വർക്ക്ഷോപ്പ്സിന് പോയിട്ടുണ്ട്. ബട്ട് ഇന്നേ വരെ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു തരം വർക്ക്ഷോപ്പ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലാസ് ആയിരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെന്നെങ്കിൽ എൻ്റെ കോളേജിൽ 6 മാസം എടുത്തുകൊണ്ടാണ് സിമ്പിളായിട്ടൊരു HTML പഠിപ്പിക്കുന്നത്. ഇവിടെ വെറും 2 മണിക്കൂർ കൊണ്ട് ഒരു HTMLും CSSും പഠിപ്പിച്ചിട്ട് സ്പോട്ടിൽ ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ഹോം പേജാണ്. സ്കൂളിൽ നല്ലപോലെ ക്ലാസ്സിൽ കയറാത്തൊരു സ്കൂളിലായാലും കോളേജിലായാലും നല്ലപോലെ ക്ലാസ്സിൽ കയറാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അധികം നേരം ക്ലാസ്സിൽ അറ്റൻറ്റീവായിരിക്കാൻ പറ്റാറില്ല. എൻ്റെ മൈൻഡ് വേഗം ഡീവിയേറ്റ് ആവുമായിരുന്നു. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു ക്ലാസ് അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഒരു കോൺഫറൻസ് ഹാളിൽ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ മേലെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്താം. ഇപ്പം അവർ പറയുന്നതിൽ എന്തെങ്കിലും എനിക്ക് ഒബ്ജെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് റേസ് ചെയ്യാം, അത് സോൾവ് ഔട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 2 മണിയായിട്ടുണ്ട്. 2 മണി എന്ന് പറയുമ്പോൾ രാത്രി 2 മണിയാണ്. 9 മണിയാകുമ്പോൾ ക്ലാസ് തുടങ്ങിക്കുന്നത് രാവിലെ. ഇത്രയും നേരം അങ്ങനത്തെ എന്നെപ്പോലത്തെ ഒരാൾ ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് എന്താണെന്നുള്ളത് അത്ര എഫക്റ്റീവായിരുന്നു, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഓരോ ടോപ്പിക്കും. പിന്നെ കോഡിങ് എന്നുള്ളത് ഈസി ആണെന്ന് ഞാൻ നേരത്തെ അവരെനിക്ക് തെളിയിച്ചെന്ന കാര്യമാണ്. ഇവിടെയും അങ്ങനത്തെ കോഡിങ്ങിന് ചെറിയ സെഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുപരി ഒരു കോഡിങ് മാത്രമല്ല, ഒരു IT ഫീൽഡിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണ് ഇവിടുന്ന് കറക്റ്റ് തെളിയിച്ച് തന്നിരിക്കുന്നത്. നമ്മളൊരു ഹൈ ഇൻകം സ്കില്ലിലേക്ക് ഗ്രൂം ചെയ്തെടുക്കുകയാണ് ഈ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ. ആ 90 ഡേയ്സ് എങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് 3 ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ക്ലാരിറ്റി. കുറേ കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് അതെന്താണെന്ന് കറക്റ്റ് തിരിച്ചറിയുമ്പോൾ അതിനകത്ത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഒന്നുമല്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായി. പക്ഷെ അതിന് ശേഷം എനിക്ക് വലിയ ഹൈറ്റിൽ എത്താമെന്നുള്ളൊരു റിയലൈസേഷനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്, ഹൈലി മോട്ടിവേറ്റഡ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നന്നായി വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ഹൈ ഇൻകം കരിയറിലേക്ക് പ്ലേസ് ആവുന്നുള്ള കാര്യം എനിക്കിപ്പം 100% ഷുവറാണ്. കാരണം എങ്ങനെ പോകണം എന്നുള്ളതിന് ഒരു ഷോർട്ട് കട്ടായിട്ട് ആണ് എനിക്കിതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ അത് ഈസിയാണെന്നല്ല, പാത്ത് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ അതെന്നെ പെട്ടെന്ന് ഒരു മന്ത്ലി 3 to 5 lakhs സാലറിയിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്. അതാണ് എനിക്ക് STM നൽകിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്.